ഇന്ന് കോടതി അവധിയായതുകൊണ്ട് ഫിലിപ്പോസിന് ഇന്നലെ രാത്രി തന്നെ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കി. 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാ. ഓ, അറിഞ്ഞിരുന്നു. പോലീസിന് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാതെ അയാൾ കുറ്റം സമ്മതിച്ചു അല്ലേ? അത് അയാളുടെ അഡ്വക്കറ്റിന് ബുദ്ധിയാ. കോടതിയിൽ കേസ് ജാമ്യത്തിന് പരിഗണിക്കുമ്പോൾ അയാൾ മൊഴി മാറ്റും എന്നുള്ള കാര്യം ഉറപ്പാ. സാർ തന്നെയാണോ കോർട്ടിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത്? അതെ, പ്രോസിക്യൂഷനൊപ്പം ഞാനും കക്ഷി ചേരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പുനരന്വേഷണത്തിന് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് എന്ത് ഹെൽപ്പും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇന്നലെ ഗോപൻ സാർ സംസാരിച്ച കൂട്ടത്തിൽ അതും പറഞ്ഞിരുന്നു. ആതിരയുടെ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്ത ഈ നടപടി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ ആവേശം പകർന്നിട്ടുണ്ട് സർ. മിനിസ്റ്ററെയും ഗവൺമെന്റിനെ അനുമോദിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രകടനം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്രകടനത്തിൽ സാറും പങ്കെടുക്കണം. അത് ക്ഷണിക്കാൻ കൂടിയാ ഞാൻ വന്നത്. അത് വേണോ അമല? അവളുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡ് കാണുന്നത് എനിക്കിപ്പോഴും സങ്കല്പിക്കാനാവില്ല. അവളോട് മുത്താരമ്മയുടെ വീട്ടിലോ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ പോയിരിക്കുകയാണ്. ഉടനെ മടങ്ങി വരുമെന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും എനിക്കിഷ്ടം. അവിടെ വന്ന അവളിനി ഇല്ല എന്നുള്ള സത്യം അംഗീകരിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് എന്നെ ഒഴിവാക്ക. മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. സർ, ഇനിയും കേസായിട്ട് മുന്നോട്ട് പോകാൻ ആതിര ഇനിയില്ല. അവളുടെ ഓർമ്മകൾ മാത്രമേ നമ്മോടൊപ്പം ഉള്ളൂ എന്ന റിയാലിറ്റിയുമായി പൊരുത്തപ്പെട്ടേ പറ്റൂ. അതിന് ഞങ്ങളുടെ ഈ പ്രകടനം തന്നെ ഒരു തുടക്കമാവട്ടെ. സാർ പങ്കെടുക്കണം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ശരി, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം. അമല, മിനിസ്റ്ററോട് എന്റെ പ്രത്യേകം നന്ദി അറിയിക്കണം. ഷുവർ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു സർ. അപ്പോ ഒരു മിനിറ്റ് ഒന്ന് വരൂ. അതൊക്കെ അമലയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോന് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. എന്താ സർ? 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് കാണാമെന്നിരുന്നു. ആളെന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നതാ. കൂടുതലും ആക്സിഡന്റ് കേസസ് ഒക്കെയാണ് അയാൾ നോക്കുന്നത്. പലതും സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ആതിരയുടെ ക്ലെയിമിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ല അപ്പോ, അവൾ ഇപ്പോഴും ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്ലെയിമിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് മണ്ടത്തരമാണെന്നും വലിയൊരു തുക വെറുതെ നഷ്ടപ്പെടുത്തി കളയേണ്ട കാര്യമില്ലെന്നും അയാൾ വീണ്ടും വീണ്ടും എന്നെ ഉപദേശിച്ചു. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് തോന്നി. പക്ഷെ അപ്പോ അവളില്ലാതായതിൻ്റെ കോമ്പൻസേഷൻ തുക കൈനീട്ടി വാങ്ങാനുള്ള ശക്തി എനിക്കില്ല. തന്നെയല്ല, ഇനി അങ്ങോട്ട് അതിനുവേണ്ടി പണം എനിക്ക് ആവശ്യമില്ല. ചോദിക്കുന്നുണ്ട് മറ്റൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോന് ഇനി അങ്ങോട്ട് ഒരുപാട് ആവശ്യങ്ങളുള്ളതല്ലേ. ട്രീറ്റ്മെന്റ്, പഠിത്തം. ആ തുക ഞാൻ കൈപ്പറ്റി അപ്പൂന് തരട്ടെ. ഇതൊരിക്കലും അപ്പു മറ്റൊരു രീതിയിൽ കാണുക ചെയ്യരുത്. സാറിന് ആ തുക വാങ്ങാൻ പറ്റില്ലെങ്കിൽ എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല സാർ. സാറ് പറഞ്ഞതുപോലെ ആതിര ഇല്ലാതായി എന്നുള്ള സത്യത്തോട് പൊരുത്തപ്പെടാൻ ഇപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാ കുറച്ചുനാൾ ഇവിടുന്ന് മാറി നിൽക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തത്. അങ്ങനെ ഒരു തയ്യാറെടുപ്പിന്റെ ആവശ്യമുണ്ടോ അപ്പോ? ഇനിയിപ്പോ ആരെയും ഭയന്ന് അപ്പോന് ഇവിടുന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭയന്നിട്ടല്ല സർ, ഒരു മാറ്റം ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സർ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് ഇനി എന്നെ നിർബന്ധിക്കരുത്. എങ്കിൽ ഞാൻ വേറൊരു സജഷൻ പറയട്ടെ. ആതിരയുടെ പേരിലൊരു തുക ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് സംഭാവനയായി കൊടുത്താലോ? അവരുടെ വെൽഫെയർ ഫണ്ടിലേക്ക്. അമലയൊക്കെ അതിന്റെ പ്രധാന സംഘാടകരല്ലേ. ഗുണപ്രദമായ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ആഗ്രഹം സാറിനുണ്ടെങ്കിൽ ഞാൻ അക്കാര്യം അമലിച്ചോട് സംസാരിക്കാം. അർഹതപ്പെട്ടവർക്ക് തന്നെയാവും ആ തുക ഉപകരിക്കപ്പെടുന്നതെന്ന് നമുക്ക് സമാധാനിക്കുകയും ചെയ്യാലോ. എങ്കിൽ അപ്പു തന്നെ ആ കാര്യം അമലോട് പറഞ്ഞോളൂ. സർ, അതിനുമുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആതിരയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചൊരു ചേട്ടനാ സാർ. പക്ഷെ ഇന്ന് അവൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവളുടെ ഒരു ആഗ്രഹം, അതും വലിയൊരാഗ്രഹം, സാർ ഇപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുമോ?
ആതിരയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് പലപ്പോഴും അവൾ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അവൾ ജീവന തുല്യം സ്നേഹിച്ച ഈ ഏട്ടന്റെ കുടുംബജീവിതം. ആതിര ഒരിക്കലും എന്താ ആഗ്രഹം സാധിച്ചു തരാത്തെന്ന് സാറിനോട് ചോദിക്കില്ല. പക്ഷെ അവളുടെ ആത്മാവ് എന്നും അതോർത്ത് സങ്കടപ്പെട്ടിരിക്കും സാർ. വേണ്ടപ്പോ ആ ഒരു കാര്യത്തിന് മാത്രം എന്നെ നിർബന്ധിക്കരുത്. ശരിയാണ്, അവൾ എൻ്റെ വിവാഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവൾക്ക് കിട്ടാതെ പോയത് ഇനി ഏട്ടനും വേണ്ട. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് സാർ. ഞാൻ പറഞ്ഞല്ലോ, മറിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അനിയത്തിയുടെ ആത്മാവായിരിക്കും. അതുമാത്രമല്ലല്ലോ സാർ, അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ നിളയിച്ചും വല്ലാതെ ഒറ്റപ്പെട്ടു പോവില്ലേ? ആ പാവത്തിന് സാറിനൊരു ജീവിതം കൊടുത്തൂടെ? എങ്കിൽ സാർ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാവും അത്. നമുക്കതേ പറ്റിയൊക്കെ പിന്നീട് സംസാരിക്കാം. പോ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം അമലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ആ ക്ലെയിം തുക സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയാം. അതെനിക്ക് വിട്ടേക്ക് സാർ. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സാർ സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കണം. ഇപ്പോഴും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കാൻ ആളുള്ളപ്പോ അതിന് നേരെ കണ്ണടക്കരുത് സാർ. അപ്പോ അമലയെ കണ്ടിട്ട് എന്തായി? അമലേച്ചൻകുട്ടി ഞാൻ നന്ദൻ സാറിനെ കാണാൻ പോയിരുന്നു. അതെയോ? അതേതായാലും നന്നായി. കുറച്ച് നാൾ കൂടി അയാൾക്കൊരു ആശ്വാസം കിട്ടുന്ന കാര്യമാണല്ലോ നടന്നത്. ആ ഫിലിപ്പോസിനെ കുറിച്ച് പിന്നെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടായോ? ആളിപ്പോ റിമാൻഡില്ല. ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് അയാൾ കുറ്റസമ്മതം നടത്തിയത്. ഇനി വിചാരണയ്ക്ക് അയാൾ മൊഴിമാറ്റി പറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നന്ദൻ സാറും അമലേച്ചൊക്കെ പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നന്ദൻ സാർ ഏതറ്റം വരെ പോകാൻ തയ്യാറുമാണ്. ഒക്കെ ശരി തന്നെ. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഇനിയും നിന്നെ നിരുത്സാഹപ്പെടുത്താണെന്ന് കരുതരുത്. ആതിരയുടെ കാര്യത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നീ ചെയ്തു. ഫിലിപ്പോസിനെ പോലീസ് പിടികൂടി. അയാളിപ്പോ ട്രയൽ നേരിടുകയാണ്. ബാക്കിയൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് സംഭവിക്കേണ്ടതാണ്. നിന്റെ റോള് നീ ഭംഗിയാക്കിയ സ്ഥിതിക്ക് അതിലും കൂടുതൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ നിന്റെ നല്ലതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബി. കൂടുതൽ ഇൻവോൾവ് ചെയ്യണമെന്ന് ഞാനും വിചാരിക്കുന്നില്ല. എനിക്കിനി സമാധാനത്തോടെ എന്റെ വഴികളെക്കുറിച്ച് ചിന്തിക്കാമല്ലോ. യെസ്, ഇനി അതാണ് അപ്പോൾ വേണ്ടത്. നന്ദന് നമ്മുടെ മോറൽ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അതിനപ്പുറം ഇനി നീ ഫോക്കസ് ചെയ്യേണ്ടത് നിന്റെ ജീവിതവും കരിയറുമാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യണം. ഒപ്പം നിന്റെ സ്റ്റഡീസും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു പ്ലാൻഡ് ഷെഡ്യൂളിൽ തന്നെ പോകണം. എന്താ പോ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഹോർമോൺ ട്രീറ്റ്മെന്റിനൊപ്പം നിന്റെ ഗ്രാജുവേഷനും കംപ്ലീറ്റ് ആക്കണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട് ബി. ഞാനും അത് തന്നെ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ഗുഡ്. എന്തായാലും നീ ഏറ്റെടുത്ത 2 കാര്യങ്ങളും വളരെ സക്സസ്ഫുൾ ആയി നിനക്ക് ചെയ്തു തീർക്കാൻ പറ്റിയല്ലോ. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബി, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മുഖവര? എന്താ കാര്യം എന്ന് വെച്ചാൽ ധൈര്യമായി പറയപ്പോ. ബി പറഞ്ഞ പോലെ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായി ചെയ്തു തീർക്കാൻ പറ്റിയതിന്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാൻ മനസ്സിലൊരു ആലോചന ഉണ്ട്. ഇവിടുന്ന് പോവേ? എങ്ങോട്ട്? ആ, അത് ശരി. ഇപ്പൊ വി പി അതൊക്കെ മറന്നോ? ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം വി പി തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. ആ കാര്യം ഞാൻ ഉദ്ദേശിച്ചേ. എന്താ വി പിയുടെ ഫ്രണ്ട് അതിലെന്തെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞോ? ഏയ്, അയാൾക്ക് അതിൽ ഒബ്ജക്ഷൻ ഒന്നുമില്ല. എങ്കിലും ഇനിയിപ്പോ അങ്ങനെ ഒരു ഷിഫ്റ്റിങ്ങിന്റെ ആവശ്യമില്ലല്ലോ. ട്രീറ്റ്മെന്റ് സ്റ്റഡീസൊക്കെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നല്ലേ നല്ലത്. അതെന്താ വി പിക്ക് ഇപ്പൊ അങ്ങനെ ഒരു മനമാറ്റം? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പ് പറഞ്ഞേ. അത് അപ്പോ സത്യം പറഞ്ഞ ആ ഫിലിപ്പോസിന്റെ കേസിന്റെ കാര്യത്തില്
നീ ആവശ്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ആവുമെന്ന് കണ്ടപ്പോൾ ഞാനും ഗീതയൊക്കെ വല്ലാതെ വറീഡായി. അതിന്റെ പേരിൽ നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാ ആ സമയത്ത് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ചു തന്നെ. എല്ലാം ഇപ്പൊ നല്ല രീതിയിൽ സെറ്റിലായ സ്ഥിതിക്ക് ഇനിയിപ്പോ അങ്ങനെ ഒരു ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കണം VP. കാരണം ഞാനിപ്പോ അത് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചു കാലം എല്ലാത്തിൽ നിന്നും മാറി നിന്നാലേ എനിക്ക് എന്റെ മനസ്സിനെ തിരിച്ചു പിടിക്കാൻ പറ്റൂ. VP അതിനുവേണ്ടി അറേഞ്ച്മെന്റ്സ് തുടങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞില്ലേ, 1-2 ചെറിയ കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ റെഡിയാ. മാറി നിൽക്കാൻ തക്കവണ്ണം എന്റെ മനസ്സ് ഞാൻ സെറ്റാക്കി കഴിഞ്ഞു. VP, ഇതിപ്പോ ഇത്ര ആലോചിക്കേണ്ട കാര്യം എന്താ? അപ്പോ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഓക്കെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അപ്പൂനെ എന്തിനാ വല്ല നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നേ? ഇവിടെ നമ്മുടെ കൂടെ നിന്നാ മതിയെന്നേ. VPയുടെ സുഹൃത്ത് എത്ര നന്നായിട്ട് അപ്പൂന്റെ കാര്യം ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞാലും അത് നമ്മുടെ കെയറിംഗ് പോലെ ആവുമോ? ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. എന്നാലും തനിച്ച് എവിടെയെങ്കിലും അപ്പൂനെ പറഞ്ഞയക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്കെന്തോ ഭയങ്കര ടെൻഷനാ. അന്ന് പിന്നെ ഞാൻ മനസ്സോടെ സമ്മതിച്ചതാ. അപ്പു ആ ഫിലിപ്പോസിന്റെ കാര്യത്തിൽ ഇടപെട്ട് പുലിവാല് പിടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഇനിയിപ്പോ അയാളെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അപ്പുവിനെ ഒന്നുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നേ. ഞാനതിന് ശ്രമിച്ചതാ ഗീത. പക്ഷേ അപ്പു അതിന് തയ്യാറാവുന്നില്ല. യാത്രയ്ക്ക് വേണ്ടി അപ്പു പുള്ളി പ്രിപ്പയർഡ് ആയെന്നാ പറയുന്നു. അതൊക്കെ നമുക്ക് പറഞ്ഞു മാറ്റാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും കൂടെ അപ്പുവിനോട് സംസാരിച്ചാ ഇപ്പോഴത്തെ ഈ മൈൻഡ് സെറ്റ് ഒക്കെ മാറിക്കോളും. എന്തോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒന്നാലോചിച്ചാ കുറച്ചു കാലം അപ്പു ഇവിടുന്ന് മാറി നിൽക്കുന്നത് തന്നെ നല്ലത്. എത്രയൊക്കെ ആയാലും ഇവിടെ ആവുമ്പോൾ ആതിരയുടെ ഓർമ്മകളും ആ ഒരു റിലേഷൻഷിപ്പും ഒക്കെ അപ്പുവിനെ വല്ലാതെ ഹോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പുതിയൊരു സ്ഥലവും ആളുകളൊക്കെ ആവുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സ് പെട്ടെന്ന് ഫ്രീ ആവും. അതൊക്കെ ശരി തന്നെ. എന്നാലും പുതിയൊരു സ്ഥലത്ത് തീരെ പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ അപ്പു എല്ലാം ആദ്യം മുതൽ സഫർ ചെയ്യേണ്ടി വരും. ഏയ്, അവിടെ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും വരില്ല. ഒരാത്തിന് മഹേഷ് അവിടെ ഉണ്ടല്ലോ. വേണ്ടുന്ന ഗൈഡൻസ് സപ്പോർട്ടൊക്കെ മഹേഷ് കൊടുത്തോളും. എന്താ VP ഇത്? VPക്ക് ഇപ്പോഴും അപ്പുവിനെ പറഞ്ഞുവിടാനാണോ തിരക്ക്? ഒരിക്കലും അല്ല ഗീത. അപ്പു ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹം. പക്ഷെ പോയ അടങ്ങുന്ന അപ്പു വാശി പിടിച്ചാ പിന്നെന്ത് ചെയ്യും? ഇങ്ങനൊരു ഐഡിയ മുന്നോട്ട് വെച്ച് നമ്മളാണല്ലോ. അതുകൊണ്ട് തർക്കിച്ചു നിൽക്കുന്നതിൽ നമുക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊന്നും കാര്യാക്കണ്ട. ഞാൻ സംസാരിക്കാം അപ്പുവിനോട്. ഞാൻ പറഞ്ഞ അപ്പു കേൾക്കും. എങ്കിൽ വളരെ നല്ലത്. എനിക്കത് സന്തോഷമേ ഉള്ളൂ. താ സൗകര്യം പോലെ ഒന്ന് സംസാരിച്ചു നോക്ക്. ഏതായാലും നമ്മൾ 2 ഓപ്ഷനും തയ്യാറായിരിക്കണം. VP, എന്താവും അപ്പുവിന് ഇനിയും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞത്? അതേക്കുറിച്ച് വല്ലതും ചോദിച്ചോ അപ്പുവിനോട്? ഇല്ല, ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ ആകെ വല്ലാതായി. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, താ സൗകര്യം പോലെ എല്ലാം വിശദമായെന്ന് ചോദിച്ചറിയേ. ഞാൻ ഒന്നിനുമില്ല അലീന. ഇനി നമ്മൾ മുൻപരിചയമുള്ള നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കും. അങ്ങനെ മാത്രമേ ആകാൻ പാടുള്ളൂ. അതിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു പോകാനാ ഞാൻ വന്നത്. എടോ, ഇന്നിനി കുക്ക് ചെയ്യാനൊന്നും വയ്യ. പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. തനിക്ക് എന്താ വേണ്ടത്? ഓ, എനിക്കൊന്നും വേണ്ട. വക്കീൽ ഓർഡർ ചെയ്ത് കഴിച്ചു. എന്തു പറ്റിയത് എനിക്ക്? 2 ദിവസമായിട്ട് ആൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണല്ലോ. എന്താ? ഏയ്, ഒന്നല്ല വക്കീലെ.
ഒന്നിനൊരു മൂഡ് തോന്നുന്നില്ല. തന്റെ ഫ്രണ്ടും വൈഫുമായി കോംപ്രമൈസ് ചെയ്ത് ജീവിതം റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും താനതോർത്ത് നിരാശപ്പെട്ടിരിക്കുവാണോ? അതെ, നിരാശയൊന്നുമല്ല, ഒരു തരം ഉറപ്പാ എനിക്ക്. അവൻ ഇത്ര നട്ടലില്ലാത്തവനായി പോയല്ലോ ഹിമേ. ഒരു ഫാമിലി ലൈഫ് ആവുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങിയെന്നും വഴക്കിട്ടെന്നൊക്കെ ഇരിക്കും. അത് ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലേ അത് കോംപ്രമൈസ് ആവുള്ളൂ. അങ്ങനെ കോംപ്രമൈസ് നടത്തിയെന്ന് പറഞ്ഞ് ആർക്കും നട്ടലില്ലാതെ ആവുന്നുമില്ല. പിന്നെ അയാൾ പറഞ്ഞതിലും കാര്യമില്ല അലീന. ഭാര്യ പിണങ്ങിപ്പോയതിന്റെ പിന്നാലെ ആ കാര്യം പറഞ്ഞ് മമ്മിയും പിണങ്ങിയാൽ അയാള് പിന്നെ എന്താ ചെയ്യേണ്ടത്? ഓ, ലോകത്ത് പിന്നെ വേറെ ആരുടെയും ഭാര്യ പിണങ്ങി പോയിട്ടില്ലല്ലോ. ഇതൊന്നും അല്ല, അവനായിരുന്നു കോംപ്രമൈസ് ചെയ്യേണ്ടതിന്റെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? എന്റെ ഡോക്ടറെ, അവരായി അവരുടെ പാടായി. ഇനി എന്തിനാ ആ കാര്യം മനസ്സിൽ ചുവന്നുകൊണ്ട് നടക്കുന്നത്? എടോ, തനിക്കൊന്ന് മനസ്സ് വെച്ചാ അതിൽ നല്ലൊരു റിലേഷൻ കിട്ടില്ലേ? അവരവരുടെ പാട്ടിനെ വിട്ടിട്ട് നല്ലൊരു ബന്ധം ചൂസ് ചെയ്ത് കമ്മിറ്റഡ് ആവടോ. അങ്ങനെയൊക്കെയല്ലേ എക്സ് ലവറോട് സ്വീറ്റ് റിവെഞ്ച് എടുക്കേണ്ടത്, അല്ലാതെ അയാളുടെ ലൈഫിൽ കൈയിട്ട് വരാൻ പോയിട്ടാണോ? നോ, അവനെ എങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനെ മാത്രമല്ല, അവന്റെ ഭാര്യയെ. അവള് കാരണമാണല്ലോ ഇപ്പൊ എന്റെ ഫ്രണ്ട്ഷിപ്പ് പോലും വേണ്ടെന്ന് പറഞ്ഞവൻ നടക്കുന്നേ. അതിന് അവൾക്കിട്ടൊരു പണി ഞാൻ കൊടുത്തിരിക്കും ഹിമ. താൻ ഈ ചെയ്യുന്നത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയും. എടോ, അങ്ങനെയൊക്കെ ചെയ്താൽ എത്ര പേരുടെ മനസ്സിലാ താനൊരു വില്ലത്തിയുടെ പരിവേഷം കിട്ടാൻ പോകുന്നത്? ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്ത് ആൾക്കാർ നമ്മളെ നല്ല രീതിയിൽ ഓർക്കാനല്ലേ ശ്രമിക്കേണ്ടത്, അല്ലാതെ ഇതൊരുമാതിരി സിനിമയിലെ നോവലിനെയും കൂട്ട്. ഒന്നും അല്ലെങ്കിലും താനൊരു ഡോക്ടറല്ലേ അലീന? വക്കീലേ, മതി. ഇനി വക്കീലിന്റെ ഉപദേശം കൂടി വേണ്ട, അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്ക. നോക്കിക്കോ, ഇതിനൊരു പണി അവർക്ക് തിരിച്ചു കൊടുക്കാതെ എനിക്ക് യാതൊരു സമാധാനവും കിട്ടില്ല. ഇതെന്റെ വാശിയാണെന്ന് തന്നെ കൂട്ടിക്കോ. താൻ എന്തു വേണമെങ്കിലും ചെയ്, പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഒടുവിൽ ഇതിന്റെ പേരിൽ താൻ സങ്കടപ്പെടേണ്ടി വരരുത്, അത്രേ ഉള്ളൂ. ഒരിക്കൽ കൂടി ചോദിക്കുക, തനിക്ക് വല്ല ഓർഡർ ചെയ്യണോ? എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? ശരി. എന്താ, നിനക്കൊന്നും പറയാനില്ലേ എന്നോട്? എനിക്കെല്ലാം എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്. ഓ, അപ്പൊ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാനാണല്ലോ. ശരി, തുടങ്ങിയേക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അലീന, താൻ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വിളിച്ചാണോ, അതോ സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇൻസൾട്ട് ചെയ്യാനോ? നിന്നെയോ? അതിന്റെ ആവശ്യം എന്താ എനിക്ക്? അല്ലെങ്കിൽ തന്നെ ഇത്രയും മനോഹരമായിട്ട് സ്വയം ഇൻസൾട്ടഡ് ആവുന്നൊരു സുഹൃത്ത് എനിക്കുള്ളപ്പോ അയാൾ അങ്ങോട്ട് ചെന്ന് ചൊറിയേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതൊക്കെ പോട്ടെ, ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ ഫാമിലി ലൈഫ്? എവറിത്തിങ് സെറ്റിൽഡ്? യെസ്, ഞാനും ആളും തമ്മിൽ എല്ലാം സംസാരിച്ച് തീർത്തതാ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ആഹാ, വെരി ഗുഡ്. എന്നുവെച്ചാ ഭാര്യയുടെ മുന്നിൽ കീഴടങ്ങിയവന്റെ ദീനരോധനം. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലെന്ന്. അല്ലെങ്കിൽ തന്നെ തോറ്റു തുന്നമ്പാടി കാല് പിടിച്ചവന് ഇനി എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അലീന പ്ലീസ്, നിനക്ക് എന്തും എങ്ങനെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഒരു പരിധിക്കപ്പുറം മിസ്യൂസ് ചെയ്യാതിരിക്കുന്നതാ നിന്റെ മാന്യത. ഇനി അഥവാ ഞാൻ മാളുവിനോട് അങ്ങോട്ട് ചെന്ന് ബെഗ് ചെയ്ത് കോംപ്രമൈസിന് ശ്രമിച്ചാണെങ്കിലും അതിന് തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ ലൈഫല്ലേ, വിട്ടേക്ക്. ആഹാ, ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുന്നേ? സമ്മതിക്കണം, ഓന്തിന്റെ ജന്മമാ നീ. ഓക്കെ, ഓന്തിന്റെ ജന്മം തന്നെയാ, ഐ എഗ്രി. അതിലെനിക്ക് ഒരു നാണക്കേടുമില്ല. തോറ്റതും നിറമാറിയതൊക്കെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ. ആ കുറവ് ഞാനങ്ങ് സഹിച്ചു. ഓക്കെ അലീന, താങ്ക് യു. ജോബിൻ, സോറി. നീ ഇരിക്കെ. ഞാൻ എന്റെ സങ്കടവും നിരാശയൊക്കെ കൊണ്ട് പറഞ്ഞു പോയതാ ജോബിൻ. പ്ലീസ് ഡോണ്ട് മേക്ക് എ സീൻ. ശരിയാണ്, നിന്റെ ലൈഫാണ്, നിന്റെ ഇഷ്ടങ്ങളാണ്, ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. പക്ഷെ ജോബിൻ, ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയാം.